CBSE ക്ലാസ് 10ന്റെ ഹിസ്റ്ററിയിലുള്ള ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പല പല രാജ്യങ്ങൾ തമ്മിൽ ലിങ്ക് ഉണ്ടായത്, എങ്ങനെയാണ് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ എന്താണെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറൻസ് നടന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെ എന്തൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നു, ആർക്കൊക്കെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രീ മോഡേൺ എന്നുവെച്ചാൽ സാധാരണ ഇപ്പോഴത്തെ മോഡേൺ ടൈംസിന് മുമ്പ് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്, എന്നിട്ട് മോഡേൺ ടൈംസിൽ എന്താണ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞിട്ട് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്, അങ്ങനെ പല മേഖലയായിട്ടാണ് പല സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇതിൽ പഠിക്കണം. അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബലൈസേഷൻ ഇസ് എൻ എക്കണോമിക് സിസ്റ്റം ദാറ്റ് എമേർജ്ഡ് സിൻസ് ദ ലാസ്റ്റ് 50 years or so എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കണോമിക് സിസ്റ്റം ആണ്. എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാശ് വെച്ചിട്ടുള്ള സിസ്റ്റം. ആ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്, അത് ആര് തമ്മിൽ കൊടുക്കുന്നു? രാജ്യങ്ങൾ തമ്മിൽ കൊടുക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ കൊടുക്കാനും വാങ്ങാനും പറ്റുന്ന അത്രയും ബന്ധമുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഒരു എന്താ പറയാ, അത് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടേം ആണ്. ഒരു 50 years ആയിട്ടുള്ളൂ. പക്ഷെ അതിന് കുറേ മുമ്പ് തന്നെ ആൾക്കാർ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിലും, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണെങ്കിലും, അതുപോലെ തന്നെ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ പോകുന്നുണ്ടായിരുന്നു? ട്രാവലേഴ്സ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആണെങ്കിലും, മുസ്ലിംസ് പ്രീസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, അതുപോലെ പിൽഗ്രിമേജിന് വേണ്ടിയിട്ട് ആൾക്കാർ പോവും, തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ പോവും, ഒക്കെ അങ്ങനെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്താണ്, അവരുടെ കൂട്ടത്തിൽ അവരുടെ നാടിന്റെ നോളജ്, അതുപോലെ തന്നെ അവരുടെ നാടിന്റെ ഗുഡ്സ്, അതുപോലെ ഫുഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും അല്ലെ. ഇവരൊക്കെ എന്തിനാ പോണേ? ചിലപ്പോൾ നോളജിന് വേണ്ടിയിട്ടായിരിക്കും. വേറെ രാജ്യത്ത് ഭയങ്കര നോളജ് ഉണ്ട്, നമുക്കത് പഠിക്കണം. അപ്പൊ ഇന്ത്യയിലേക്കൊക്കെ യോഗ പഠിക്കാനൊക്കെ ആൾക്കാർ വരില്ലേ? അപ്പൊ നോളജിന് വേണ്ടിയിട്ട് പോകും. അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പോകും. അതുപോലെ സ്പിരിച്വൽ ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട് പോകും. അല്ലെങ്കിൽ സന്യാസം എടുക്കണം, മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നു. അങ്ങനെ സ്പിരിച്വൽ ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ടും ആൾക്കാർ പോകും. അതും പോരാണ്ട് ഈ യൂറോപ്പിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിനെതിരെ പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ പറയുന്ന ആൾക്കാരെയൊക്കെ കൊന്നുകളയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യായിരുന്നു. അപ്പൊ ഈ എന്താ പറയാ, അവർ പോകുമ്പോഴത്തേക്കും അവരുടെ നാട്ടിലെ ഗുഡ്സ് ആണെങ്കിലും കാശാണെങ്കിലും സ്കില്ലുകൾ, അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരപ്പണിയിൽ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ പെയിന്റിങ് നന്നായിട്ട് അറിയാവുന്നവരുണ്ടാവും. അവരുടെ നാട്ടിലെ സ്പെഷ്യൽ ഐഡിയാസ് ഉണ്ടാവും, സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻവെൻഷൻസ്, അതെല്ലാം കൂടെ കൊണ്ടാണ് പോകുന്നത്. ഇതും പോരാഞ്ഞിട്ട് അവരുടെ നാട്ടിൽ സ്പെഷ്യൽ ആയിട്ട് വല്ല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖം ഉൾപ്പെടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ എന്താ അവർ പറയണെന്നറിയോ? കുറേ ഒരു മില്യൻ ടൈമിൽ, അത്രയും കുറെ കാലത്തേക്ക് ഈ കൗറീസ് എന്ന് പറഞ്ഞിട്ട് മാൽദീവ്സിൽ കാണുന്ന ഒരു എന്താ പറയാ, ഒരു കക്ക, അതായത് സീഷെല്ല് ഉണ്ട്. നമ്മൾ ഈ എന്താ പറയാ, കക്ക എന്ന് പറയില്ലേ, അത് തന്നെ സാധനം. അപ്പൊ ഈ കൗറീസ് പറഞ്ഞിട്ട് മാൽദീവ്സിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം സാധനം. ഈ സാധനം ചൈനയിലും ഈസ്റ്റ് ആഫ്രിക്കയിലും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മാൽദീവ്സ് എന്ന് ചൈനയിലേക്കും ഈസ്റ്റ് ആഫ്രിക്കയിലേക്കും ഒക്കെ ഇത് കാശായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറൻസ് നടന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഡിസീസ് ക്യാരിയിങ് ജേംസും ഏഴാമത്തെ സെഞ്ചുറിയിൽ തന്നെ ഡിസീസ് ക്യാരിയിങ് ജേംസ് സ്പ്രെഡ് ആയതിന്റെ പ്രൂഫ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആൾക്കാർ തമ്മിൽ 7th സെഞ്ചുറിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ ലിങ്ക് ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോ ആണ് നമ്മൾ കഴിഞ്ഞ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ആൾക്കാരല്ലാതെ വേറെ എന്ത് സാധനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ ചെയ്തത്, അതിന്റെ ഒരു എക്സാമ്പിൾ ആയ കൗറീസ്, അതുപോലെ ഡിസീസ് ക്യാരിയിങ് ജേംസ്, അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
ഇനി നമ്മള് ഈ പ്രീ മോഡേൺ ടൈമിൽ പണ്ടുണ്ടായിരുന്ന ലിങ്കുകൾ എന്തൊക്കെയാണ് എന്നാണ്, അതിന്റെ എക്സാമ്പിളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സിൽക്ക് റൂട്ടിന്റെ കാര്യം പറയും, പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറൻസ്, ഗുഡ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഫുഡിന്റെ കാര്യം നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മള് ഫുഡ് മാത്രമല്ല ഡിസീസസും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസീസ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു വലിയ ചേഞ്ചിന്റെ കാര്യവും നമ്മൾ പഠിക്കും. അപ്പൊ സിൽക്ക് റൂട്ട് ആണ് ആദ്യം പഠിക്കാനുള്ളത്. സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വലിയ ഒരു എക്സാമ്പിൾ ആണ് ഈ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രീ മോഡേണിന് മുമ്പ് തന്നെ ഇത്രയും വലിയ ട്രേഡ് നടക്കുന്നതിന്റെ, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നടക്കുന്നതിന്റെ ഒരു കൾച്ചറൽ ലിങ്ക്, ഭയങ്കര വലിയ ഒരു റിലേഷൻഷിപ്പ്, കൾച്ചറലി ഉള്ള റിലേഷൻഷിപ്പിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? എന്തുകൊണ്ട് സിൽക്ക് റൂട്ട് എന്ന് പേര് വന്നു? സിൽക്ക് റൂട്ട് എന്ന് പേര് വരാൻ കാരണം ഈ ചൈനയിൽ ഭയങ്കര അടിപൊളി സിൽക്കാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ഈ ചൈനയിൽ നിന്നുള്ള സിൽക്ക് വെസ്റ്റിലേക്ക് യൂറോപ്പുകാരെ വാങ്ങിക്കും. അപ്പൊ വെസ്റ്റിലേക്ക് പോവും. അപ്പൊ ഈ ചൈനയുടെ സിൽക്ക് വെസ്റ്റിലേക്ക് പോകുന്ന ആ ഒരു കാർഗോ പോകുന്ന വഴിയില്ലേ, ആ റൂട്ടുകളെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം ആ ചൈനീസ് സിൽക്കിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ആ റൂട്ടിന് സിൽക്ക് റൂട്ട് എന്ന പേര് തന്നെ കൊടുത്തത്. അപ്പൊ ഇതിൽ ഒരു സിൽക്ക് റൂട്ട് അല്ല, എല്ലാവരും ഒരേ വഴിയല്ല പോണേ. ലാൻഡിൽ കൂടി കുറേ വഴികളുണ്ട്. അതുപോലെ തന്നെ സീല് കൂടിയിട്ടും കുറെ, കടലിൽ കൂടിയിട്ടും കുറേ വഴികളുണ്ട്. അപ്പൊ ഈ വഴികളെല്ലാം പോകുന്നത് ഏഷ്യയുടെ പല ഭാഗത്ത് കൂടിയിട്ടാണ്. അപ്പൊ പല ഭാഗങ്ങളെയും ലിങ്ക് ചെയ്തിട്ടാണ് നമ്മുടെ സിൽക്ക് റൂട്ട് ഉള്ളത് തന്നെ. അപ്പൊ തന്നെ മനസ്സിലായില്ല, ഒരു വലിയ കൾച്ചറൽ ലിങ്കാണ്. ഈ വഴി പോകുമ്പോ ഒക്കെ, ചൈനക്കാര് പോകുമ്പോ, ട്രേഡേഴ്സ് പോകുമ്പോ, യൂറോപ്യൻസ് ഇവിടെ വന്ന് സിൽക്ക് വാങ്ങിക്കുമ്പോ ഒക്കെ എന്താ പറ്റണേ, ഈ വഴി കൂടി ഒക്കെയാണ് പോകുന്നത്. അപ്പൊ ആൾക്കാർക്ക്, ഈ വഴിയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പല രാജ്യത്തെയും കൾച്ചർ അറിയാൻ പറ്റും, പല രാജ്യത്തെയും സാധനങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും, പല രാജ്യത്തെയും കാശിനെ കുറിച്ച് അറിയാൻ പറ്റും. സോ എന്ത് വലിയ ലിങ്ക് ആണല്ലേ ഈ ഒരു സിൽക്ക് റൂട്ട് കൊണ്ട് തന്നെ ഉണ്ടാവണത്. സോ ഈ ഒരു സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്ത്യൻ ഇറയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓൾ ത്രൂ ഒരു 15th സെഞ്ചുറി വരെ ഈ സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഈ വഴി കൂടിയിട്ട് സിൽക്ക് മാത്രമാണോ പൊക്കോണ്ടിരുന്നത്? അല്ല, ഈ വഴിയിൽ കൂടിയിട്ട് ഇന്ത്യക്കാരുടെ സ്പൈസസ്, കാരണം ഇന്ത്യ വഴിയല്ലേ പോണേ, അപ്പൊ ഇന്ത്യയുടെ സ്പൈസ് പണ്ടേ ഫേമസ് ആണ്. അപ്പൊ ഇന്ത്യയുടെ സ്പൈസ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, നമ്മുടെ കോട്ടണിന്റെ ടെക്സ്റ്റൈൽസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റൈൽസ്, നമ്മുടെ സ്പൈസ്, ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെയും സ്പൈസസും ടെക്സ്റ്റൈൽസും ഈ വഴിയാ പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രല്ല, യൂറോപ്പുകാർ നമുക്ക് തിരിച്ചെന്തെങ്കിലും തരണ്ടേ, നമുക്ക് ഗോൾഡും സിൽവർ പോലത്തെ സാധനങ്ങൾ യൂറോപ്പിൽ നിന്നും തിരിച്ചു വരുന്നതും ഈ വഴിയാന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ സാധനങ്ങൾ മാത്രമല്ല ഈ വഴി വന്നുകൊണ്ടിരുന്നത്, ഈ പറയണ പോലെ ക്രിസ്ത്യൻ മിഷണറീസ് ഏഷ്യയിലേക്ക് വന്നതും ഈ വഴി തന്നെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം പ്രീച്ചേഴ്സും ഇതേപോലെ തന്നെയാണ് സിൽക്ക് റൂട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാം. അതും പോരാണ്ട് ഇപ്പൊ ഈസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ബുദ്ധിസം എമേർജ് ആയില്ലേ, ആ ബുദ്ധിസവും ത്രൂ ഔട്ട് ദ വേൾഡ് സ്പ്രെഡ് ആയത് സിൽക്ക് റൂട്ട് വഴി തന്നെയാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് കൗറീസിന്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് പ്രീ മോഡേൺ ലിങ്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം നമ്മുടെ സിൽക്ക് റൂട്ട് വെച്ചിട്ട്. അപ്പൊ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ പേര് വരാൻ കാരണം എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ആ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ആൾക്കാർ, കൾച്ചറിൽ എന്തൊക്കെ എക്സ്ചേഞ്ച് നടന്നു, അതായത് ക്രിസ്ത്യാനിറ്റി വന്നു, മുസ്ലിംസ് വന്നു, അതുപോലെ തന്നെ ബുദ്ധിസം എല്ലായിടത്തേക്കും പോയി. അപ്പൊ കൾച്ചറലി ആൾക്കാരും എങ്ങനെയൊക്കെയാണ് ഈ റൂട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത്രയാണ് നമുക്ക് സിൽക്ക് റൂട്ടിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി അതിന്റെ അടുത്ത ഒരു എക്സാമ്പിൾ, നല്ല എക്സാമ്പിൾ ആണ് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ട്രാവൽസ് എന്നുള്ളതാണ് അടുത്തത് പഠിക്കാനുള്ളത്. അതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈ ലോങ് ഡിസ്റ്റൻസിൽ തന്നെ പല സ്ഥലത്തും പല പുതിയ ഫുഡുകളും എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പൊ എങ്ങനെയാ വന്നത്? ചൈനയിൽ മാത്രം അവൈലബിൾ ആയിരുന്ന സാധനം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ യൂറോപ്പിലേക്ക് പോയി. അപ്പൊ യൂറോപ്പിൽ പുതിയൊരു ഫുഡ് വന്നു അല്ലെ. ഇതൊരു വലിയ കൾച്ചർ, നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കണേന്ന് പറയാം. അപ്പൊ പല സ്ഥലത്തും ഈ പറയുന്ന പോലെ ട്രേഡേഴ്സ്, അപ്പൊ ട്രേഡേഴ്സും ട്രാവലേഴ്സും ആണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ. അവർ പുതിയ ക്രോപ്സ് തന്നെ പല ലാൻഡിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ പറയുന്ന പോലെ റെഡി ഫുഡ് സ്റ്റഫ്, അതായത് പെട്ടെന്ന് കുക്ക് ആവാൻ പറ്റുന്ന സാധനങ്ങൾ, ഡയറക്ട്ലി കഴിക്കാൻ നമ്മുടെ മാഗി പോലത്തെ സാധനങ്ങൾ. അപ്പൊ റെഡി ഫുഡ് സ്റ്റഫ്
ത്രൂ ഔട്ട് ദ വേൾഡ് കുറേ ഡിസ്റ്റന്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ അവൈലബിൾ ആയിട്ട് വന്നു. അപ്പൊ അവരെല്ലാവരും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കോമൺ ഒറിജിൻ, ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും ഒറിജിൻ ചെയ്യുന്നത്, ആ രാജ്യത്ത് നിന്നും ത്രൂ ഔട്ട് ദ വേൾഡ് സ്പ്രെഡ് ആയതായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്പെഗറ്റിയും നൂഡിൽസും പറയുകയാണെ. അപ്പൊ നൂഡിൽസ് എന്ന് പറയുന്ന സാധനം ചൈനയിൽ നിന്നും വെസ്റ്റിലേക്ക് പോയി. നൂഡിൽസ് എന്ന് പറയുന്ന സാധനം ചൈനയിൽ നിന്നും വെസ്റ്റ്, യൂറോപ്പ് അങ്ങനത്തെ ഭാഗത്തേക്കൊക്കെ പോയിട്ട് അവിടെയൊക്കെ സ്പെഗറ്റി എന്ന പേര് വന്നു എന്നാണ് പറയാ. അപ്പൊ ചൈനയിൽ ഉണ്ടായ നൂഡിൽസിനെയാണ് വെസ്റ്റിലോട്ടുള്ളവര് സ്പെഗറ്റി എന്ന് പറയണെന്ന് പറയാം. അതുപോലെ തന്നെ അറബ് ട്രേഡേഴ്സ് പാസ്ത എന്ന് പറയുന്ന സാധനം നമ്മുടെ സിൽസിലി ഐലൻഡ് ഇറ്റലിയിലാണ്. ഇറ്റലിയിലേക്ക് പാസ്ത എന്ന് പറയുന്ന സാധനം കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പൊ ഇറ്റലിയിലാണ് എന്താ പറയാ പാസ്ത, ഇറ്റാലിയൻ പാസ്ത എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ്. എന്നാൽ അറേബ്യൻ ആൾക്കാരാണ് കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഇന്ത്യയിലും ജപ്പാനിലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കോമൺ ആയിട്ടുള്ള ഫുഡ്, സിമിലർ ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല ഇന്ത്യയിലാണോ അത് ഒറിജിനേറ്റ് ആയേ അല്ല ജപ്പാനിലാണോ ഒറിജിനേറ്റ് ആയെന്ന് പോലും അറിയില്ല. അപ്പൊ അത്രയ്ക്കും കോമൺ ഫുഡുകൾ ഉണ്ട്. ഇങ്ങനെ കോമൺ ഫുഡ് ഉണ്ടാവാൻ കാരണം തന്നെ നമ്മുടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയാം. ഇതിൽ തന്നെ ഭയങ്കര ഒരു അടിപൊളി എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. പൊട്ടറ്റോ, സോയ, ഗ്രൗണ്ട് നട്ട്സ്, മെയ്സ്, അതുപോലെ ടൊമാറ്റോ, നമ്മുടെ ചുമന്ന മുളക്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങൊക്കെ ഇല്ലേ, സ്വീറ്റ് പൊട്ടറ്റോ, ഇതൊക്കെ ഉണ്ടല്ലോ ഒരു 5 സെഞ്ചുറീസ് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആൾക്കാർക്ക് അറിയന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പൊട്ടറ്റോ ഉണ്ടെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിക്കുക, പൊട്ടറ്റോ നമ്മൾ എല്ലാത്തിലും ഇടുന്ന സാധനമാണ്. അതുപോലും അതേപോലെ ചുമന്ന മുളക്, ചില്ലീസ് ഒക്കെ അറിയന്നെ ഇല്ല. ടൊമാറ്റോ എന്താന്ന് തന്നെ അറിയില്ല. എന്നിട്ട് ഇത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ കൊളംബസ് ഉണ്ടല്ലോ, ഈ 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭക്ഷണം ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു. ഇന്ത്യ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് യൂറോപ്പ് ഇപ്പൊ വേൾഡിന്റെ നടുക്കാണെന്ന് വിചാരിച്ചോ. യൂറോപ്പിന്റെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇന്ത്യ, വെസ്റ്റ് ഭാഗത്താണ് അമേരിക്ക. അപ്പൊ അമേരിക്ക ഉണ്ടെന്ന് തന്നെ ലോകത്തിന് അറിയില്ല. അമേരിക്കക്കാര് സന്തോഷമായിട്ട് അവിടുത്തെ നേറ്റീവ്സ് ആരും ശല്യപ്പെടുത്താനില്ലാതെ അങ്ങ് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്റ്റഫർ ഈ ഇന്ത്യനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ വെൽത്തിനെ കുറിച്ചും ഇന്ത്യയുടെ സ്പൈസസിനെ കുറിച്ചും എല്ലാവർക്കും ഭയങ്കര മതിപ്പാണ്. അപ്പൊ യൂറോപ്പുകാരെ എല്ലാവരും കൂടിയിട്ട് വെട്ടിയും പ്രമാണം എടുത്തിട്ട് ഇന്ത്യനെ നശിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ നിന്നും ട്രേഡ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഈ പറയണ പോലെ കുറച്ച് കഴിഞ്ഞപ്പോ നശിപ്പിച്ച കഥ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നാവിഗേഷൻ നടത്തും. അതായത് സീ റൂട്ട് വഴി എങ്ങനെ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് എത്താതെ. അപ്പൊ ഇങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസ് ആലോചിച്ചപ്പോഴത്തേക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഈസ്റ്റിലാണല്ലോ. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടതാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ അപ്പുറത്ത് കൂടി പോയി കഴിഞ്ഞാൽ, വെസ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ ഉരുണ്ട് ഇന്ത്യയിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വെസ്റ്റിലോട്ട് വിട്ടപ്പോഴത്തേക്കും ഒരു സുപ്രഭാതത്തിൽ ദേ കിടക്കണം ഒരു പുതിയ ലാൻഡ്. ആ പുതിയ ലാൻഡിന് പുള്ളിക്കാരൻ വിചാരിച്ചത് അത് ഇന്ത്യ എന്നാണ് വിചാരിച്ചത്. പിന്നെ പോയിട്ട് അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇന്ത്യ അല്ല. എന്നാലും അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ അമേരിക്ക എന്ന് പറയുന്നത് ഒരു കിടിലം സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലാൻഡ്, ഇഷ്ടം പോലെ ഫോറസ്റ്റ്, പല പല ടൈപ്പ് ഭക്ഷണങ്ങൾ, പൈനാപ്പിൾ പോലത്തെ സാധനമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ക്രിസ്റ്റഫർ കൊളംബസ് തിരിച്ചു പോയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ രാജാക്കന്മാരൊക്കെ ചോദിച്ചു അതിനെന്താ, അത് പുതിയ രാജ്യമല്ലേ, നമുക്ക് ഇന്ത്യയാണ് വേണ്ടത്. അപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഈ രാജ്യത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്, അവിടെ ഇഷ്ടംപോലെ ഗോൾഡ് ഉണ്ട്, ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട്, ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്. അപ്പൊ യൂറോപ്പുകാർക്ക് തനി സ്വഭാവം കാണിച്ചു, എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമേരിക്കയിലേക്ക് പോയി. അപ്പൊ ഈ അമേരിക്കയിൽ നിന്നും പല രാജ്യത്തേക്കും പോയേക്കണ ഭക്ഷണമാണ് ഈ പറയുന്ന പോലെ ടൊമാറ്റോ ആണെങ്കിലും ചില്ലീസ് ആണെങ്കിലും ഗ്രൗണ്ട് നട്ട്, നമ്മുടെ കപ്പലണ്ടി, സോയ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ത്രൂ ഔട്ട് ദ വേൾഡ് ഇൻട്രൊഡ്യൂസ്ഡ് ആയി എന്ന് പറയാം. അപ്പൊ അമേരിക്കനെ കണ്ടുപിടിച്ച ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കെല്ലാം ഇന്ന് ഇത്രയും രുചികരമായ ഭക്ഷണം കഴിക്കാൻ പറ്റണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ അപ്പൊ ഈ അമേരിക്ക കണ്ടുപിടിച്ചു, അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അമേരിക്കയുടെ ഫുഡ് ത്രൂ ഔട്ട് ദ വേൾഡ് വന്നു. ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് എക്സാമ്പിൾ ദാറ്റ് എ ലിങ്ക് വാസ് ദെയർ ത്രൂ ഔട്ട് ദ വേൾഡ് എന്നുള്ളതിന്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഇത്രയും വലിയ കാര്യമാണോ എന്ന് തോന്നും. അപ്പൊ അതിന് ഒരു ഇത് പറഞ്ഞേക്ക, നമ്മൾ പറഞ്ഞില്ലേ ഈ ട്രേഡേഴ്സും ട്രാവലേഴ്സും ഒക്കെ പുതിയ ക്രോപ്പ് പല സ്ഥലത്തും പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ യൂറോപ്പിന്റെ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവര് പട്ടിണി കിടന്നിട്ടാണ് ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണം പോലും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് യൂറോപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പൊട്ടറ്റോ ഈ യൂറോപ്പിൽ കയറി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പൊട്ടറ്റോ നന്നായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഈ അയർലൻഡിലെ പാവപ്പെട്ട കൃഷിക്കാര്
ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പൊട്ടറ്റോ കിട്ടാൻ തുടങ്ങി. അവര് പട്ടിണി കിടന്നിട്ട് മരിക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് പൊട്ടറ്റോ എങ്കിലും കഴിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞു ഈ ഒരു പുതിയ ക്രോപ്പ് വന്നു എന്നുള്ളത് ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറയാനാണ്. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ലിങ്ക് ഉള്ളത് കൊണ്ടാണ്, അമേരിക്കയുമായിട്ടുള്ള ലിങ്ക് ഉള്ളത് കൊണ്ടാണ് പുതിയതായിട്ടുള്ള പൊട്ടറ്റോ വന്നതും അതുപോലെ അയർലൻഡ് പോലത്തെ സ്ഥലത്തുള്ള അത്രയും പാവപ്പെട്ട പെസൻസ് അവര് ജീവിക്കാൻ തുടങ്ങിയത്. ഇത് തന്നെ അവർ അത്രയും ഡിപ്പെൻഡന്റ് ആയി. എന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1840s ഒരു പകുതി ആയപ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര വലിയൊരു പൊട്ടറ്റോ ക്രോപ്പിന് ഒരു ഡിസീസ് വന്നു. അങ്ങനെ മൊത്തം പൊട്ടറ്റോ നശിച്ചിട്ട് അവര് വീണ്ടും ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആൾക്കാര് പെസൻസ് പട്ടിണി കിടന്നിട്ട് മരിച്ചു എന്ന് പറയാം. സോ ആ സമയത്തൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുരവസ്ഥയായിരുന്നു എന്ന് പറയാം. സോ ഈ പൊട്ടറ്റോ പോലത്തെ സംഭവങ്ങള് ഇറ്റ് ക്രിയേറ്റഡ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ വേൾഡിന്റെ ഫുഡിൽ തന്നെ ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. നമ്മൾ സിൽക്ക് റൂട്ടിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഫുഡിനെ കുറിച്ച് പഠിച്ചു. ഫുഡിൽ തന്നെ നമ്മള് നൂഡിൽസിനെ കുറിച്ച് പഠിച്ചു, പാസ്തേനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമേരിക്ക കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കിട്ടിയ പുതിയ പുതിയ ഭക്ഷണങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത്, അപ്പൊ ഈ അമേരിക്ക കണ്ടുപിടിച്ചപ്പോ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് ചുരുക്കി പറയാനേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റിയെന്നറിയോ, ആദ്യമൊക്കെ ഈ ചൈനക്കാരുടെ സിൽക്ക്, അതുപോലത്തെ നമ്മൾ പറയുന്നത് ചൈനയുടെ സിൽക്കും അതുപോലെ ചൈനയുടെ കുറെ ചായ, അതുപോലെ തന്നെ വേറെ വേറെ കുറെ സാധനങ്ങളുണ്ട്. ചൈനയുടെ പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏർത്ത് ആൻഡ് വേസ്റ്റ് പോട്ട്സ്, ചൈന പോട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിലയുള്ള സാധനമാണ്. ഇതൊക്കെ ഈ യൂറോപ്യൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ചൈനയുടെ സാധനങ്ങളും നമ്മുടെ ഇന്ത്യ വഴിയാണ് മോസ്റ്റ്ലി ട്രേഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. അപ്പൊ ഇന്ത്യയുടെ പോർട്സ്, ഇന്ത്യയുടെ ഒക്കെ ഈ കടൽ തീരങ്ങളിൽ വന്നിട്ട് അവരുടെ കപ്പൽ വരും. അതുപോലെ യൂറോപ്പുകാർ തിരിച്ച് ചൈനയിലേക്ക് കാശ് കൊടുക്കാൻ പോകുമ്പോഴും ഇന്ത്യ വഴിയാണ് കുറെയൊക്കെ പോകുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഈ കടൽ തീരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കടൽ തീരം മാത്രല്ല മൊത്തം ഇന്ത്യയില് ഭയങ്കര ഇറ്റ് വാസ് ബസ്ലിംഗ് വിത്ത് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രേഡാണ്. എപ്പോഴും പുതിയ ആൾക്കാർ വന്നിട്ട് ട്രേഡ് നടത്തി, ബിസിനസ് നടത്തി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങനെ മൊത്തത്തിലൊരു ഓളമാണ് നമ്മുടെ ഇന്ത്യയിൽ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക്, അപ്പൊ ഇന്ത്യ വാസ് എ സെന്റർ ഓഫ് ദി ട്രേഡ് എന്നാണ് പറയാ കേട്ടോ. എന്നിട്ട് പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് കുറെ ട്വിസ്റ്റുകൾ സംഭവിച്ചു. അങ്ങനെ വന്നപ്പോ ഇന്ത്യയുടെ സെന്റർ, ട്രേഡ് സെന്റർ എന്ന് പറയുന്നത് ഇന്ത്യ മാറി പതുക്കെ യൂറോപ്പിലേക്കായി. അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണെ. അപ്പൊ 2 കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനക്കാരുണ്ടല്ലോ ഇടയ്ക്ക് വെച്ചിട്ട് ചൈനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത്, ചൈന ഇന്ത്യ ആയിട്ട്. പക്ഷെ ചൈനക്കാരെ ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു. അവര് മൊത്തം വേൾഡ് ആയിട്ടുള്ള കോണ്ടാക്ട് കയറി കട്ട് ചെയ്തു. അപ്പൊ ഒരു സ്ഥലത്തേക്ക് അവർ ട്രേഡ് ചെയ്യില്ല, ഒരു സാധനവും നമ്മൾ വാങ്ങിക്കില്ല എന്നുള്ള അവസ്ഥയായി ചൈനക്കാരായി. അപ്പൊ തന്നെ ഈ യൂറോപ്പുകാർ വരുന്നത് കുറയും ഭയങ്കരമായിട്ട്. സോ അവരുടെ ഐസൊലേഷൻ വാസ് ഫസ്റ്റ് മേജർ റീസൺ വൈ ഇന്ത്യയുടെ എന്താണ് ട്രേഡ് സെന്റർ എന്നുള്ള പൊസിഷൻ പോകാനുള്ള കാരണം. ഇനി രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ നടുക്കാണെന്ന് വിചാരിച്ചോ, യൂറോപ്പിന്റെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നതാണ് ഇന്ത്യ, അതായത് ഈസ്റ്റ് ഭാഗത്ത് കിടക്കുന്നതാണ് ഇന്ത്യ, വെസ്റ്റ് ഭാഗത്താണ് നമ്മുടെ അമേരിക്ക കിടക്കണം. അപ്പൊ ഈ അമേരിക്കനെ ഇടയ്ക്ക് വെച്ച് കണ്ടുപിടിച്ചു. അപ്പൊ ഈ അമേരിക്ക എന്ന് പറയുന്നത് ഒരു സ്വർഗം പോലെയാണ്, അമേരിക്കയിൽ സകല സാധനങ്ങളും ഉണ്ട്. സോ അമേരിക്ക കണ്ടുപിടിച്ചപ്പോ അമേരിക്കയിലേക്ക് കുറെ ട്രേഡ് അങ്ങോട്ട് പോയി, ആ ഭാഗത്തേക്ക് പോയി. അപ്പൊ ഈ പറയുന്ന പോലെ വീണ്ടും ഇന്ത്യയുടെ ഒരു പൊസിഷൻ കുറഞ്ഞു എന്ന് പറയാം. അങ്ങനെ മൊത്തം ട്രേഡ് സെന്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് യൂറോപ്പ് ട്രേഡ് സെന്റർ ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ അമേരിക്കനെ കണ്ടുപിടിച്ച കഥ ഒരു ഭയങ്കര സംഭവമാണ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമേരിക്ക എന്ന് പറയുന്ന സംഭവം മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ഇങ്ങനെ ഒരു നാടുണ്ടെന്ന് പോലും ലോകത്തിന് അറിയേയില്ല. അപ്പൊ പക്ഷേ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കുറെ പേര് പോയിട്ട്, യൂറോപ്യൻസ് പോയിട്ട് ഇങ്ങനെ ഈ സംഭവം കണ്ടുപിടിച്ചു. അങ്ങനെ വന്നപ്പോ ഒരു 16th സെഞ്ച്വറി തൊട്ട് ഈ അവരുടെ ലാൻഡിനെ കുറിച്ചും അവരുടെ ക്രോപ്സിനെ കുറിച്ചും അവരുടെ മിനറൽസിനെ കുറിച്ചും എല്ലാം കഥകൾ പരക്കാൻ തുടങ്ങി. ത്രൂ ഔട്ട് ദ വേൾഡ് ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു സംഭവമാണെന്നുള്ളത് ഭയങ്കരമായിട്ട് പരക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ എല്ലാവരും അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങി. എന്നുവെച്ചുകഴിഞ്ഞാൽ അവിടെ പോയിട്ട് ട്രേഡ് ചെയ്യാനോ അവിടെ പോയിട്ട് ജീവിക്കാനോ ഒക്കെ തുടങ്ങി. അപ്പൊ അതിനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ കഥകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ നല്ല രസാണ്.
എന്താണ് ഒരു സിറ്റി ഓഫ് ഗോൾഡ്, ഒരു ഗോൾഡ് വെച്ചിട്ടുള്ള ഒരു സിറ്റി തന്നെയുണ്ട്, എൽ ഡൊറാഡോ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹൈപ്പൊക്കെ കൊടുത്തിട്ട് അടിച്ചിറക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അതൊക്കെ അന്വേഷിച്ചിട്ടും ഈ പറയുന്ന പോലെ യൂറോപ്യൻ ആൾക്കാര് അങ്ങോട്ടേക്ക് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മാത്രല്ല കേട്ടോ, ശരിക്കും അവിടെ നല്ല സ്വത്തുണ്ട്. ഈ സിൽവർ ഒക്കെ ഉണ്ടല്ലോ, കുറേ പെറു പോലത്തെ സ്ഥലത്തും മെക്സിക്കോയിലും ഒക്കെ ഇഷ്ടം പോലെ സിൽവറിന്റെ മൈൻസ് ഉണ്ട്. അപ്പൊ ഭയങ്കര പ്രഷ്യസ് മെറ്റലാണ് ഈ സിൽവറും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ. അപ്പൊ അതും അന്വേഷിച്ചുകൊണ്ട് യൂറോപ്പുകാർ പോയി. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്പിന്റെ തനി സ്വഭാവം കാണിച്ചു, ആദങ്ങളെല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ അവരുടെ ട്രേഡിന് വേണ്ടിയിട്ടും അവർ യൂസ് ചെയ്തു. ആ സമയത്ത് ട്രേഡ് നടക്കുന്നത് ഏഷ്യ ആയിട്ടാണ്. യൂറോപ്പുകാർ ഏഷ്യയുമായിട്ട് ട്രേഡ് നടക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാശ് അവർ അമേരിക്കയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നു. അങ്ങനെയാണ് യൂറോപ്പുകാര് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ കഥകളൊക്കെ ഉള്ള സ്ഥിതിക്ക് എല്ലാ യൂറോപ്യൻസും അമേരിക്കയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിന്റെ റീസൺ നമ്മൾ പിന്നെ നോക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കനെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഈ യൂറോപ്പിലെ പോർച്ചുഗീസും സ്പാനിഷും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെ, അവരെല്ലാവരും അമേരിക്കനെ കോളനൈസ് ചെയ്യണം, നമുക്ക് അവരെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ള പരിപാടിയിൽ അവിടെ പോയിട്ട് കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് തീരുമാനിച്ചു, പോർച്ചുഗീസും സ്പാനിഷും. അപ്പൊ ഈ പോർച്ചുഗീസ് യൂറോപ്യൻസ് എങ്ങനെയാണെന്നറിയോ അമേരിക്കനെ ഇല്ലാണ്ടാക്കിയത്? അവര് തോക്കും കൊണ്ടൊന്നുമല്ല പോയത്, സുപ്പീരിയർ ഫയർ പവർ കാരണമൊന്നുമല്ല ഈ അമേരിക്കക്കാരെ കീഴടക്കിയത്. അതിനേക്കാളും വലിയ ഒരു പവറാണ് കൊണ്ടുപോയത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കൊണ്ടുപോയത് സ്മോൾ പോക്സ്. ഈ യൂറോപ്പില് ഇങ്ങനെ ഇത്രയും ക്രൗഡഡ് ആയിട്ട് അൺഹൈജീനിക് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇഷ്ടം പോലെ രോഗങ്ങളുണ്ട് അവർക്ക്, യൂറോപ്യൻ ആൾക്കാർക്ക്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഭയങ്കര ഡ്രെഡ്ലി ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിരുന്നു സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാവലേഴ്സിന്റെ കൂട്ടത്തിൽ സ്മോൾ പോക്സ് ഉള്ള ഒരാളെങ്കിലും ഉണ്ടായാൽ മതി, അവര് പോയി അമേരിക്കയിൽ ഇറങ്ങി. അമേരിക്ക എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ വേൾഡിൽ നിന്നും കട്ട് ഓഫ് ആയിട്ട് ഒരു ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു ഈ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ഈ സ്മോൾ പോക്സിന് അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല, നശിപ്പിച്ച് ആ സ്മോൾ പോക്സ് അങ്ങ് കയറി ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കാരണം ഹോൾ കമ്മ്യൂണിറ്റീസിനെ തന്നെ കുറെ ആൾക്കാരെ അങ്ങ് കൊന്നൊടുക്കി എന്ന് പറഞ്ഞിട്ട് പറയാം. ഇപ്പൊ ഗണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റെഡ് ഇന്ത്യൻസ് തിരിച്ച് ആ ഗണ്ണ് പിടിച്ചു വാങ്ങിച്ചിട്ട് വന്ന ആളെ തിരിച്ചു ഓടിച്ചേനെ. പക്ഷെ ഈ സ്മോൾ പോക്സ് പോലത്തെ ആൾക്ക് സംഭവത്തിന് ഒരു റെസിസ്റ്റൻസും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അങ്ങനെ ഈ ഡിസീസ് കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കന്റെ നേറ്റീവ്സ് ഇല്ലാണ്ടായി പോയേ എന്ന് പറയാൻ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂറോപ്പുകാര് ഡെഡ്ലി ഡിസീസസ്, ഭയങ്കര ക്രൗഡഡ്, ഭയങ്കര അൺഹൈജീനിക് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിലീജിയസ് കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു. ഈ ചർച്ചുകാർ പറയുന്നതിനൊന്നും എതിർക്കാൻ പാടില്ല, കിങ് പറയുന്നതിനെ എതിർക്കാൻ പാടില്ല, പിന്നെ കുറെ റിലീജിയസ് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഈ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊല്ലുക എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ റിലീജിയസ്ലി എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് അവരെല്ലാവരും അമേരിക്കയിലേക്ക് പോവാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പറയാം. ഇനി അമേരിക്കയിൽ ഇഷ്ടം പോലെ, അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാര് ജോലി അന്വേഷിച്ച് റിലീജിയസ് പെർസിക്യൂഷൻ പേടിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ പോയപ്പോ അവിടെ വലിയ പ്ലാന്റേഷൻസ് വെച്ചു, വലിയ വലിയ കാപ്പിത്തോട്ടങ്ങൾ, ചായത്തോട്ടങ്ങൾ, അങ്ങനെ കുറെ ഷുഗർ കെയിനിന്റെ തോട്ടങ്ങൾ, കുറെ സാധനങ്ങള് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടേക്ക് ജോലി ചെയ്യാൻ ആളെ വേണം. അപ്പൊ ജോലി ചെയ്യാൻ കുറച്ച് യൂറോപ്യൻസ് അവിടെ പോയി. പക്ഷേ അതും മാത്രല്ല, ഇനിയും ആൾക്കാർ വേണം എന്ന് പറഞ്ഞിട്ട് ഈ യൂറോപ്പുകാർ എന്ത് ചെയ്യുന്ന പറയാ, യൂറോപ്പുകാരെ തീറ്റിപ്പോറ്റാനുള്ള ഭക്ഷണം അമേരിക്കയിൽ കൃഷി ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ നിന്നും സ്ലേവ്സിനെ കൊണ്ടുവന്നു. അതാണ് നമ്മുടെ യൂറോപ്യൻ ആൾക്കാർ ചെയ്തത്. അപ്പൊ യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട്, യൂറോപ്യൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കോട്ടൺ വേണം, ഷുഗർ വേണം. ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അമേരിക്കയില്, ജോലി ചെയ്യുന്നത് ആഫ്രിക്കയുടെ സ്ലേവ്സ്. ഇങ്ങനെ ഒരു വലിയ സിസ്റ്റം തന്നെ എന്താണ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ വേൾഡ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഏതാണ്ട് എന്താ പറയാ, കുറെ കാലങ്ങൾക്ക് മുമ്പ്, പ്രീ മോഡേൺ ടൈംസിൽ തന്നെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് യൂറോപ്പുകാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാൻ.